All of you welcome. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. സോ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെയാണ് കാണുന്നത് എന്ന് ഡെഫിനിഷൻ പ്രകാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് മറ്റൊരു രീതിയിൽ കാണുന്ന മെത്തേഡാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സിലെ 3 ഓപ്പറേഷൻസ് ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് പറയുന്നത്. സോ ആ ഓപ്പറേഷൻസിനെ നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ മെട്രിക്സ് എന്ന് പറയുന്നു. സോ ആ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ മെട്രിക്സ് 3 ഓപ്പറേഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഇൻ്റർചേഞ്ച് ഓഫ് എനി 2 റോസ്. ദാറ്റ് മീൻസ് ഒരു മെട്രിക്സിലെ ഏതെങ്കിലും 2 റോസുകൾ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് മീൻസ് ith ആൻഡ് jth റോ ആണ് ഇൻ്റർചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർചേഞ്ച് ഓഫ് ith ആൻഡ് jth റോ ഡിനോട്ടഡ് ബൈ Ri, ഈ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് Rj. ഈ രീതിയിലാണ് നമ്മൾ ith ആൻഡ് jth റോ ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡിനോട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി എലമെൻറ്റ്സ് ഓഫ് എനി റോ ബൈ എനി നോൺ സീറോ നമ്പർ. ദാറ്റ് മീൻസ് ഒരു റോനെ നമ്മൾ ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. സോ നമ്മൾ ith റോനെ k എന്ന് പറഞ്ഞ ഒരു നോൺ സീറോ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് എങ്കിൽ ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് the ith row by a non-zero constant, non-zero number k, denoted by Ri, arrow mark k into Ri. ദാറ്റ് മീൻസ് ith റോനെ നമ്മൾ k എന്ന് പറഞ്ഞ ഒരു നോൺ സീറോ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് എലമെൻ്ററി റോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ദ അഡിഷൻ ടു ദി എലമെൻറ്റ്സ് ഓഫ് എനി റോ ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എനി അതർ റോ മൾട്ടിപ്ലൈഡ് ബൈ എനി നമ്പർ. അതായത് ഒരു റോന് മറ്റൊരു റോനെ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ദ അഡിഷൻ ഓഫ് k times the jth row to the ith row denoted by Ri is Ri plus krj. ദാറ്റ് മീൻസ് ith റോനോട് jth റോനെ k ടൈംസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഈ തരത്തിലുള്ള 3 ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ അതിനെ ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്കൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ രീതിയിലുള്ള 3 എലമെൻ്ററി റോ ഓപ്പറേഷൻസും അപ്ലൈ ചെയ്ത് മറ്റൊരു മെട്രിക്സ് കിട്ടും. എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ നമ്മൾ ഇതുപോലെ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെട്രിക്സ് ആണ് ബി. സോ നമുക്ക് എന്ത് പറയാം? എ ഈസ് റോ ഇക്വലൻ്റ് ടു ബി. ദാറ്റ് മീൻസ് അതിനെ നമ്മൾ എഴുതുക എ ഈസ് ഇക്വലൻ്റ് ടു ബി. ഓക്കെ. സോ ഇങ്ങനെ ഒരു മെട്രിക്സിനെ നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് അതിൻ്റെ ഇക്വലൻസ് മെട്രിക്സ് ആക്കി മാറ്റുന്നു. അതിൻ്റെ പ്രൊസീജിയറിനെ നമ്മൾ റോ റിഡക്ഷൻ എന്ന് പറയും. റോ റിഡക്ഷൻ. സോ ഒരു മെട്രിക്സിൽ നമ്മൾ ഇതുപോലെ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കതിനെ റോ ഇക്ലോൺ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. റോ ഇക്ലോൺ ഫോം. ഈ റോ ഇക്ലോൺ ഫോമിലേക്ക് മാറ്റുന്നതിൻ്റെ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോ റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ
ഈ റോ ഇക്ലോൺ ഫോമിലേക്ക് ഒരു മെട്രിക്സിനെ നമ്മൾ എലമെൻ്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ രണ്ട് മെട്രിക്സുകൾ പരസ്പരം എന്താണെന്ന് പറയാം? റോ ഇക്വലൻ്റ് മെട്രിക്സുകളാണ്. സോ ഒരു മെട്രിക്സിൻ്റെ റോ ഇക്ലോൺ ഫോം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രീസ് ഇൻ എ നോൺ സീറോ റോ ഈസ് 1. ദാറ്റ് മീൻസ് ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ നോൺ സീറോ റോ ഏതാണോ വരുന്നത്, ഫസ്റ്റിലത്തെ റോ അതിൽ നോൺ സീറോ എൻട്രീസ് ഉണ്ട് എങ്കിൽ അതിലെ ഫസ്റ്റിലത്തെ നോൺ സീറോ എൻട്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെട്രിക്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. 1 1 -2 4 0 1 -4 5 0 0 0 0 ഒരു 3/4 മെട്രിക്സ് ആണ്. ഓർഡർ ഈസ് 3/4. അതുപോലെ മറ്റൊരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 1 5 0 3 0 4 1 2 0 3 0 0. ഇതും എന്താണ്? ഒരു 3/4 മെട്രിക്സ് ആണ്. ഈ രണ്ട് മെട്രിക്സ് നോക്കാം. ഈ ഫസ്റ്റ് മെട്രിക്സ്, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നോൺ സീറോ എൻട്രീസ് ഉള്ള റോ ആണ്. അതിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്താണ്? 1 ആണ്. ദെൻ ആ 1ൻ്റെ തൊട്ട് താഴോട്ടുള്ള എൻട്രീസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് റോ ഇക്ലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിന് റോ ഇക്ലോൺ ഫോമിലെത്തി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദെൻ ആ 1ൻ്റെ താഴോട്ടുള്ള എലമെൻറ്റ്സ്, അതായത് ആ 1 ഇൻക്ലൂഡ് ചെയ്യുന്ന കോളത്തിലുള്ള താഴോട്ട് വരുന്ന എലമെൻറ്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് റോ എടുക്കുക. നെക്സ്റ്റ് റോയിൽ നോൺ സീറോ എൻട്രീസ് ഏതാണോ വരുന്നത്, സെക്കൻഡ് എലമെൻ്റാണ് നോൺ സീറോ എൻട്രീസ് ആയിട്ട് വരുന്നത്, അതായത് 0 അല്ലാത്ത എൻട്രി, അത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ ഇതിന് തൊട്ട് താഴെ ഒരു റോയേ ഉള്ളൂ. 2 റോസ് ഉണ്ടായിരുന്നെങ്കിൽ ആ 2 റോസിലും അതിന് തൊട്ട് താഴെ എന്തായിരിക്കണം? 0 വരണം. ഇനി മൂന്നാമത്തെ റോ നോക്കും. ഇവിടെ 0 എൻട്രീസ് മാത്രമേ ഉള്ളൂ, നോൺ സീറോ എൻട്രീസ് ഇല്ല. സോ ഈ മെട്രിക്സ് നമുക്ക് എന്ത് പറയാം? റോ ഇക്ലോൺ ഫോമിലാണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു മെട്രിക്സ് നോക്കും. ഇതിൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. അതിന് തൊട്ട് താഴെ വരുന്ന എലമെൻറ്റ്സ് എന്താണ്? 0 ആണ്. പക്ഷേ സെക്കൻഡ് റോ എടുത്ത് നോക്കൂ. സെക്കൻഡ് റോയിലെ നോൺ സീറോ എൻട്രീസ് ഏതാണ് ഫസ്റ്റിൽ വരുന്നത്? ഈ 4 ആണല്ലോ. ഇവിടെ 4 ആണ് വന്നത്. റോ ഇക്ലോൺ ഫോമിലാണെങ്കിൽ ഇവിടെ എന്ത് വരണം? 1 വരണം. എന്നിട്ട് അതിന് തൊട്ട് താഴെ വരുന്ന എലമെൻ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കുകയും വേണം. സോ ഈ മെട്രിക്സ് എന്ത് ഫോമിലല്ല? റോ ഇക്ലോൺ ഫോമിൽ അല്ല. പക്ഷേ ഈ ഒരു മെട്രിക്സ് എന്താണ്? റോ ഇക്ലോൺ ഫോമിൽ ആണ്. അപ്പോൾ എന്താണ് റോ ഇക്ലോൺ ഫോം എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം, എൻട്രീസ് എല്ലാം 0 ആയിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് റോ എടുത്തു കഴിഞ്ഞാലും അതിൽ ഫസ്റ്റ് വരുന്ന നോൺ സീറോ എൻട്രി 1 ആവുക, അതിന് തൊട്ട് താഴെയുള്ളത് 0 ആവുക. ഇങ്ങനെ തേർഡ് റോ, ഫോർത്ത് റോ, എല്ലാ റോസിലും ആ ഒരു കൺസിഡറേഷൻ തന്നെ. ഇനി ഇതുപോലെ നമുക്ക് റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം ഉണ്ട്. റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം. ഈ റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ ഇക്ലോൺ ഫോമിലേക്ക് ഒരു പ്രോപ്പർട്ടീസും കൂടി ആഡ് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് നമുക്ക് റെഡ്യൂസ്ഡ് റോ ഇക്ലോൺ ഫോം എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിൽ കൂടി നോക്കാം. ഓക്കെ, ഈ ഒരു മെട്രിക്സ് നോക്കൂ. ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. അതിന് തൊട്ട് താഴെ വരുന്ന എലമെൻറ്റ്സ് എന്താണ്? 0 ആണ്. ഇനി സെക്കൻഡ് റോ എടുത്താൽ സെക്കൻഡിലെ നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് നോൺ സീറോ എൻട്രി അതിൻ്റെ താഴെയും 0 ആണ്, മുകളിലും 0 ആണ്. ദാറ്റ് മീൻസ് ഈ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ആയ 1 ഇൻക്ലൂഡ് ചെയ്യുന്ന കോളത്തിലെ ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കണം. അപ്പോൾ ഈ 1 ഉള്ള ഈ കോളത്തിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. അതുപോലെ ഇവിടെ ഈ 1 വരുന്ന ഇതിലുള്ള എല്ലാ കോളത്തിലുള്ള ബാക്കി എല്ലാ എലമെൻറ്റ്സും എന്താ? 0 ആണ്.
ഇതുപോലെ ഇവിടെ 1 ആണ് വരുന്നത്, ഇവിടെ ഒരു നോൺ സീറോ എൻട്രി വരികയാണെങ്കിൽ അത് 1 ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ആ കോളത്തിലെ ബാക്കിയുള്ള എലമെൻസ് ആയ ഇവിടെയും എന്ത് വരണം? 0 വരണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോം എന്ന് പറയും. സോ ഇത് റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലാണ്. പക്ഷേ ഇതെന്തല്ല, റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലല്ല. ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആണ്, അതിന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. പക്ഷേ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. പക്ഷേ അതിന് താഴെയുള്ള എലമെൻറ്റ് മാത്രമേ 0 ഉള്ളൂ, മുകളിലുള്ളത് എന്തല്ല? 0 അല്ല. സോ ഇത് റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലല്ല, ഇത് റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോമിലാണ്. സോ എന്താണ് റോ ഇക്വലോൺ ഫോം എന്നും റെഡ്യൂസ്ഡ് റോ ഇക്വലോൺ ഫോം എന്നും നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു റിസൾട്ടാണ് തിയറം. ഇഫ് എ മെട്രിക്സ് എ ഈസ് റോ ഇക്വലൻറ്റ് ടു എ റോ ഇക്വലോൺ ഫോം ബി, ദെൻ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ബി. ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു റോ ഇക്വലോൺ ഫോമാണ് ബി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വലൻ്റ് മെട്രിക്സ് ആണ് ബി എന്ന് പറയുന്നത്. അത് എന്തുകൂടിയാണ്? റോ ഇക്വലോൺ ഫോം കൂടിയാണ്. സോ ബി എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ മെട്രിക്സിൽ റോ ഇക്വലോൺ ഫോമാണ് ബി എന്ന് പറയുന്നത്. സോ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ബി. ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അതായിരിക്കും നമ്മുടെ എയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഇതാണ് റാങ്ക് കാണാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ അതിൻ്റെ റോ ഇക്വലോൺ ഫോമിലേക്ക് മാറ്റി എഴുതുക. ദെൻ ആ റോ ഇക്വലോൺ ഫോമിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട് എന്ന് നോക്കാം. അതിൻ്റെ നമ്പറായിരിക്കും നമ്മുടെ റാങ്ക് ഓഫ് എ എന്ന് പറയും. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: ഒബ്റ്റെയിൻ ദി റോ ഇക്വലോൺ ഫോം ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ് എ. എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെന്താണ്? 3/4 മെട്രിക്സ് ആണ്. 3 റോസും 4 കോളംസ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് റാങ്ക്. അപ്പോൾ ഇതിൻ്റെ റോ ഇക്വലോൺ ഫോം കണ്ടതിന് ശേഷമാണ് ഇതിൻ്റെ റാങ്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ റോ ഇക്വലോൺ ഫോം ആദ്യം കണ്ടെത്തണം. റോ ഇക്വലോൺ ഫോം എന്ത് ചെയ്താൽ മതി? ആ ഒരു ഫോമിലേക്ക് നമ്മൾ ഈ മെട്രിക്സിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. സോ നമ്മൾ ഇവിടെ റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്യണം. സോ നമുക്കിവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് എടുത്തെഴുതാം. ഹിയർ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 -1 4 2 4 3 5 -1 -2 6 -7. ഇങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ ഈ മൈനസ് സൈനൊന്നും വിട്ടുപോകരുത്, ഓപ്പറേഷൻസ് മാറിപ്പോകും. സോ ഇനി ഇതിനെ റോ ഇക്വലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് റോ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ നമ്മൾ ഈക്വൽ സൈൻ അല്ല കൊടുക്കുക, ഇങ്ങനെയൊരു സൈനാണ് കൊടുക്കുക. ഇതാണ് നമ്മൾ ഇക്വലൻറ്റിനുള്ള, അതായത് ഈ മെട്രിക്സ് അല്ല, ഇതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സ് ആണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമ്മൾ ഈ മെട്രിക്സ് നോക്കാം. നമുക്ക് റോ ഇക്വലോൺ ഫോമിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. ഇവിടെ ഓൾറെഡി എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്താ? 1 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 1ൻ്റെ തൊട്ട് താഴെ വരുന്ന എലമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. സോ ഈ 2ൻ്റെ സ്ഥാനത്ത് 0 ആക്കണം, അതുപോലെ ഈ -1ൻ്റെ സ്ഥാനത്തും 0 ആക്കണം. സോ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും നമ്മൾ ഇവിടെ ഓപ്പറേഷൻസ് നടത്തണം. ആ ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് സെക്കൻഡ് റോ, അതായത് R2, ഇതിനാണ് നമ്മൾ ഓപ്പറേഷൻസ് നടത്തേണ്ടത്. അപ്പോൾ ഈ R2ൻ്റെ ഇവിടെ നമുക്ക് 0 ആക്കണം എന്നുണ്ടെങ്കിൽ R1 എന്ന് പറഞ്ഞ റോ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് 0 ആക്കേണ്ടത്. എവിടെയാണോ 1 വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെയാണല്ലോ നമ്മൾ 0 ആക്കുന്നത്. സോ ഈ റോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 സ്ഥലത്തും 0 ആക്കേണ്ടത്. ഓക്കെ, സോ R2ൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ ആ 2ൻ്റെ സ്ഥാനത്ത് 0 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോനെ നമ്മൾ 2 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആ റോനെ കിട്ടുന്നതിനെ നമ്മൾ R2ൽ നിന്നും സബ്സ്ട്രാക്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ R2 എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് റോയിൽ നിന്നും ഫസ്റ്റ് റോനെ 2 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് സബ്സ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്താൽ R2 gives R2 -
2R1. ഇതാണ് നമ്മൾ R2ൽ ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ R1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഫസ്റ്റ് റോ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എഴുതാം. 1 2 -1 4. ഇനി സെക്കൻഡ് റോയിൽ നമ്മൾ ഈ ഓപ്പറേഷൻസ് കൊടുക്കുക. ഈ ഓപ്പറേഷൻസ് കൊടുക്കുമ്പോൾ എന്താ വരാം? ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. അപ്പോൾ 2 - 2 ഇൻറ്റു R1. R1ൻ്റെ ഇവിടെ എന്താ 1 ആ ഉള്ളത്. അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 2 - 2 വിച്ച് ഈസ് 0. അതുപോലെ ഓരോ എലമെൻറ്റിലും ചെയ്യുക. ഇനി 4 - 2 ഇൻറ്റു 2 വിച്ച് ഈസ് എന്താ വരിക? 0. അടുത്തത് ഇവിടെ 3 ആണ്. 3 - -1 ഇൻറ്റു 2. അപ്പോൾ 3 - -2 എന്ന് വരും. ആ രണ്ട് മൈനസുകളും കൂടി ചേർന്ന്, അതായത് ഇവിടെ ഇങ്ങനെ വരിക 3 - -1 ഇൻറ്റു 2. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസും പ്ലസ് ആകും. അപ്പോൾ 3 + 2 വിച്ച് ഈസ് 5. സോ ഈ എൻട്രി 5 ആകും. സിമിലർലി അടുത്തത് 5 - 2 ഇൻറ്റു ഈ 4. ഇപ്പോൾ ഇവിടെ എന്താ വരിക? 5 - 2 ഇൻറ്റു 4 ഈസ് 8. 5 - 8 ഈസ് -3. അപ്പോൾ സെക്കൻഡ് റോൻ്റെ കഴിഞ്ഞു. ഇനി തേർഡ് റോയിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എഴുതേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇക്വലൻറ്റ് മെട്രിക്സ് ആക്കി മാറ്റുമ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ, അതായത് റോ ഓപ്പറേഷൻസ് എല്ലാം ഇവിടെ എഴുതണം. അപ്പോൾ R3 gives R3. ഇനി R3നോട് എന്താ ചെയ്യേണ്ടത് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ മൈനസ് ആണ് വന്നത്. സോ ഇതിനോട് ഈ ഫസ്റ്റ് റോനെ ഒരു കോൺസ്റ്റന്റിനോട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഏതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്? ഈ -1ൻ്റെ സ്ഥാനത്ത് 0 വരണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആഡ് ചെയ്താൽ മതി? 1 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. സോ ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് റോനെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഓക്കെ. സോ R3 + R1. ഇതാണ് നമ്മൾ തേർഡ് റോയിൽ കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻസ്. സോ -1 + 1 വിച്ച് ഈസ് 0. Then -2 + 2 which is also 0. Then 6 + -1 which is 5. ഇനി -7 + 4 which is എന്താ കിട്ടുക? -3. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് 0 ആയിട്ടുണ്ട്. ഇനി അതുപോലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആവണം. ഇവിടെ ഏതാണ് നോൺ സീറോ വരുന്നത്? ഇവിടെയാണ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത്. അത് 5 ആണ്. സോ ആ 5ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താക്കണം? 1 ആക്കണം. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ സെക്കൻഡ് റോനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. നമ്മൾ ഡിവിഷൻ പറയുന്നില്ല, നമ്മൾ 1/5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വലൻ്റ് ടു, ഇവിടെ നമ്മൾ സെക്കൻഡ് റോയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ R2 gives 1/5 ഇൻറ്റു R2. സോ ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതി 1 2 -1 4. ദെൻ സെക്കൻഡ് റോയിൽ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ഇൻറ്റു 1/5 0. നെക്സ്റ്റ് 0 ഇൻറ്റു 1/5 0. 5 ഇൻറ്റു 1/5 വിച്ച് ഈസ് 1. നെക്സ്റ്റ് -3 ഇൻറ്റു 1/5 വിച്ച് ഈസ് -3/5. ദെൻ തേർഡ് റോ അതുപോലെ തന്നെ ഇതാ. ഇവിടെ തേർഡ് റോക്ക് യാതൊരു ചേഞ്ചിങ്ങും വരുത്തുന്നില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ 1ൻ്റെ തൊട്ട് താഴെയുള്ള റോസിലെല്ലാം, ഈ 1ൻ്റെ തൊട്ട് താഴെ വരുന്ന റോസിൽ 1ൻ്റെ തൊട്ട് താഴെ എന്താവണം? 0 ആയിരിക്കണം. ഇവിടെ എന്താണുള്ളത്? 5 ആണുള്ളത്. അപ്പോൾ ഈ 5നെ നമ്മൾ 0 ആക്കണം. സോ ഈ 5നെ 0 ആക്കുന്നത് ഏത് റോ യൂസ് ചെയ്തിട്ടായിരിക്കണം? ഈ സെക്കൻഡ് റോ യൂസ് ചെയ്തിട്ടായിരിക്കണം. അതായത് ഏത് 1ന് താഴെയുള്ള എലമെൻസിനെയാണോ നമ്മൾ 0 ആക്കുന്നത്, അപ്പോൾ ആ റോ ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ 0 ആക്കേണ്ടത്. സോ വിച്ച് ഈസ് ഈക്വലൻ്റ് ടു, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് റോയിൽ ഒരു ചേഞ്ചും വരുത്തണ്ട. അപ്പോൾ ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതാം 1 2 -1 4. ദെൻ സെക്കൻഡ് റോയിൽ ഒരു ചേഞ്ചും വരുത്തേണ്ടതില്ല. അപ്പോൾ 0 0 1 -3/5. ഇനി തേർഡ് റോയിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. അത് എന്താണെന്ന് ഇവിടെ എഴുതണം. അപ്പോൾ R3 gives R3നോട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 5ൻ്റെ സ്ഥാനത്ത് 0 വരുത്തുകയാണ് ചെയ്യേണ്ടത്. സോ
ഈ റോയിൽ നിന്നും 5 ടൈംസ് R2 എന്ന് പറഞ്ഞ റോ അങ്ങ് മൈനസ് ചെയ്താൽ മതി. തേർഡ് റോയിൽ നിന്നും 5 ടൈംസ് സെക്കൻഡ് റോ മൈനസ് ചെയ്യാം. അപ്പോൾ R3 മൈനസ് 5R2. സോ ഇവിടെ നോക്കും, ഇവിടെ 0 ആണ്. 0 മൈനസ് 5 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0 വരും. അതുപോലെ ഇവിടെയും 0 മൈനസ് 5 ഇൻറ്റു 0 വിച്ച് ഈസ് 0. ഇവിടെയോ 5 മൈനസ് 5 ഇൻറ്റു 1 വിച്ച് ഈസ് 0. ഇനി നെക്സ്റ്റ് ഇവിടെയാണ്, ഇവിടെ എന്താ ഉള്ളത്? -3 ആണ്. -3 മൈനസ് 5 ഇൻറ്റു R2 എന്താ ഉള്ളത്? -3/5. -3/5. ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്തും ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആവും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? -3 + 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ ഇവിടെയും എന്തായി മാറും? 0 ആയിട്ട് മാറും. സോ ഇനി നമുക്ക് ഇവിടെ തേർഡ് റോ ആണ്. തേർഡ് റോയിൽ എല്ലാ എലമെൻറ്റ്സും എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇവിടെ നോൺ സീറോ എലമെൻറ്റ്സ് ഇല്ല. സോ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റോ ഇക്ലോൺ ഫോം എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. സോ നമ്മളോട് എയുടെ റാങ്ക് കാണാനാണ് പറഞ്ഞത്. എയുടെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്ലോൺ ഫോമിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അതാണ് നമ്മുടെ, ആ എണ്ണമാണ് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ദിസ് ഇക്ലോൺ ഫോം. ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഈ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ സെക്കൻഡ് റോയിലും നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്. തേർഡ് റോയിലോ ഇല്ല, എല്ലാ കംപ്ലീറ്റ് 0 ആണ്. സോ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. Therefore rank of A is equal to 2. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണുന്നത് യൂസിങ് റോ ഇക്ലോൺ ഫോം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വെദർ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് u1 is equal to 1 4 - 5, u2 is equal to 5 2 1, u3 is equal to 2 - 1 3 and u4 is equal to 3 - 6 11 in R3 is linearly independent or linearly dependent. സോ ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഇത് റോ ഇക്ലോൺ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഈ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതുക. അപ്പോൾ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ആയിട്ട് u1 എടുക്കുക, സെക്കൻഡ് റോ u2, തേർഡ് റോ u3 ആൻഡ് ഫോർത്ത് റോ u4 ആയിട്ട് എടുക്കുക. സോ അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം. നമുക്കിതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എ എന്ന് പേര് കൊടുക്കാം. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1 4 - 5 5 2 1. ഇവിടെ u2 കൊടുത്തു, ഇനി u3 കൊടുക്കുക. അപ്പോൾ 2 - 1 3 ആൻഡ് u4 കൊടുക്കുമ്പോൾ 3 - 6 11. ഇതാണ് നമ്മുടെ മെട്രിക്സ്. സോ ഇതിൻ്റെ റോ റെഡ്യൂസ്ഡ് ഫോം കാണണം. ദാറ്റ് മീൻസ് റോ ഇക്ലോൺ ഫോം. നമ്മൾ എനെ ഇക്വലൻ്റ് ഫോമിലേക്ക് എഴുതുവാണ്. അപ്പോൾ എ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ഫോമിലേക്ക് എഴുതുമ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്. സോ ഫസ്റ്റ് റോയിൽ ചേഞ്ച് വരുത്തണമെന്നില്ല. ഇനി ഈ 1ൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എന്താക്കണം? 0 ആക്കണം. സോ നമ്മളതിന് റോ ഓപ്പറേഷൻസ് എഴുതുവാണ്. അപ്പോൾ ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതാം. ദെൻ R2ന് നമുക്ക് ചേഞ്ച് കൊടുക്കണം. R2 ഗീവ്സ്, ഇവിടെ ഈ 5ൻ്റെ സ്ഥാനത്ത് 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? യൂസിങ് ഫസ്റ്റ് റോ. അപ്പോൾ R2 ഗീവ്സ് R2 - 5R1. ഇവിടെ ഏത് എലമെൻ്റ് ആണോ വരുന്നത് ആ എലമെൻ്റ് കൊണ്ട് ഫസ്റ്റ് റോനെ അങ്ങ് മൾട്ടിപ്പിൾ ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും? 5 - 5 into 1 which is 0. Next element 2 - 5 into 4 which is 2 - 20 which is -18. Next 1 minus അവിടെ വരിക 1 - 5 into this element -5. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആകും. അപ്പോൾ 1 + 25 എന്ന് വരും which is 26. ഇനി നമുക്ക് തേർഡ് റോ R3. ഇവിടെ എന്ത് കിട്ടണം? ഈ 2ൻ്റെ സ്ഥാനത്ത് 0 കിട്ടണം. സോ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് റോനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ R3 ഗീവ്സ് R3 - 2R1.
സോ ഇവിടെ ഓൾറെഡി എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇനി അടുത്ത എലമെൻറ്റ് നോക്കാം. -1 -2 ഇൻറ്റു 4. -1 -2 ഇൻറ്റു 4 വിച്ച് ഈസ് എന്ത് വരും? -2 ഇൻറ്റു 4 ഈസ് 8 വിച്ച് ഈസ് -1 കൂടി വരുമ്പോൾ -9. നെക്സ്റ്റോ, നെക്സ്റ്റ് എലമെൻറ്റ് 3 -2 ഇൻറ്റു ദിസ് എലമെൻറ്റ് വിച്ച് ഈസ് -5. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആകും. 2 ഇൻറ്റു 5 ഈസ് 10. അപ്പോൾ 3 + 10 വിച്ച് ഈസ് 13. നെക്സ്റ്റ് റോ R4. R4 gives R4 ഇവിടെ 3 ആണുള്ളത്. സോ 3 ടൈംസ് R1 ചെയ്യും. അപ്പോൾ -3R1. സോ ഓൾറെഡി ഇവിടെ 0 ആകും. ഇനി ഇവിടെ എന്താ വരിക? -6 -3 ഇൻറ്റു 4 അതെന്ത് വരും? -18 കിട്ടും. സിമിലർലി ഇനി ഇവിടെ 11 ആണുള്ളത്. അപ്പോൾ 11 -3 ഇൻറ്റു -5 വിച്ച് ഈസ് എന്താ കിട്ടുക? 26 എന്ന് കിട്ടും. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് ഏതാണെന്ന് നോക്കുക. അത് ഏതാണ്? -18 ആണ്. അവിടെ നമുക്ക് എന്താക്കണം? 1 ആക്കണം. എന്നിരുന്നാലേ റോ എക്കലോൺ ഫോമിലേക്ക് മാറുള്ളൂ. സോ നമ്മൾ സെക്കൻഡ് റോനെ എന്ത് ചെയ്യുന്നു? ഇവിടെ മൈനസും കൂടിയാണുള്ളത്. സോ -1/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ വിച്ച് ഈസ് ഈക്വലൻ്റ് ടു, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് R2 ഗീവ്സ്, R2ന് എന്ത് ചെയ്യാണ്? -1/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. സോ ഫസ്റ്റ് റോയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് റോ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. സെക്കൻഡ് റോയിലാണ് ചേഞ്ച് വരുന്നത്. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയതുകൊണ്ട് അവിടെ ഒരു ചേഞ്ചും വരില്ല, 0. ദെൻ സെക്കൻഡ് എലമെൻറ്റ് -18 ഇൻറ്റു -1/18 എന്ത് കിട്ടും? 1. ഇനി നെക്സ്റ്റ് 26 ഇൻറ്റു -1/18 ഇങ്ങനെയല്ലേ വരിക? 26 ഇൻറ്റു -1/18 ഇതെന്താകും? 26ൽ 2 പോകും, അതുപോലെ 18ലും 2 പോകും. അപ്പോൾ -26ൽ 2 എത്ര ടൈംസ്? 13 ടൈംസ്. 18ലോ 9 ടൈംസ്. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നും കോമൺ ആയിട്ട് വരുന്നില്ല. സോ അതിവിടെ എഴുതുക -13/9. സോ ബാക്കിയുള്ള 2 റോസും അതുപോലെ തന്നെ എഴുതുക. 0 -9 13, 0 -18 26. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ -1ൻ്റെ തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആക്കണം. അപ്പോൾ ഇവിടെ R3ലും ചേഞ്ച് വരുത്തണം, R4ലും ചേഞ്ച് വരുത്തണം. അപ്പോൾ വിച്ച് ഈസ് ഈക്വലൻ്റ് ടു, ഇവിടെ നമുക്ക് R3ലും ചേഞ്ച് വരണം, അതുപോലെ R4ലും ചേഞ്ച് വരണം. അപ്പോൾ R1നും R2നും ചേഞ്ച് ഇല്ല. ആ റോസ് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 0 1 -13/9. അപ്പോൾ R3യിൽ എന്ത് ചേഞ്ചായി വരിക? R3 ഇവിടെ -9 ആണുള്ളത്. മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഈ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ സെക്കൻഡ് റോ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ തേർഡ് റോയിലും ഫോർത്ത് റോയിലും ചേഞ്ച് വരുത്തേണ്ടത്. സോ സെക്കൻഡ് റോനെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുക. സോ R3 + 9R2 എന്ത് വരും? ഇവിടെ ഓൾറെഡി 0 ആണ് വരിക, അതിൽ ചേഞ്ച് വരില്ല. അപ്പോൾ ഇവിടെ -9 + 9 എന്ന് വരും, വിച്ച് ഈസ് 0. ദെൻ ഇവിടെ എന്ത് വരും? ഇവിടെ 13 + 9 ഇൻറ്റു -13/9. 9ഉം 9ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ 13 - 13 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി R4ൽ ഇവിടെ -1/18 ആണുള്ളത്. അവിടെ നമുക്ക് 0 കിട്ടണം. സോ നമ്മൾ R2 യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? R4 ഗീവ്സ് R4 ഇവിടെ മൈനസ് വന്നതുകൊണ്ട് ഓൾറെഡി ഇവിടെ പ്ലസ് വരും. +18R2. ഓക്കെ, ഓൾറെഡി ഇവിടെ 0 ആയതുകൊണ്ട് അവിടെ ഒരു ചേഞ്ചിങ് വരില്ല. കാരണം ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. സോ ദർ ഈസ് നോ ചേഞ്ച്. ഇവിടെ 0 തന്നെ വരും. ഇവിടെ എന്ത് വരും? -18ൻ്റെ സ്ഥാനത്ത് -18 + 18 ഇൻറ്റു 1. സോ 0 എന്ന് കിട്ടും. ഇനി ഇവിടെ 26 ആണല്ലോ. അപ്പോൾ 26 +
18 ഇൻറ്റു R2ലെ എലമെൻ്റ് അവിടെ എന്താണ് -13/9 ഇൻറ്റു -13/9. സോ 18ൽ 9 2 ടൈംസ് പോകും. അപ്പോൾ 2 ഇൻറ്റു -13 എന്ന് വെച്ചാൽ -26 എന്ന് വരും. അപ്പോൾ 26 - 26 വിച്ച് ഈസ് എന്താണ് 0 ആണ്. സോ ഇവിടെയും 0 കിട്ടും. സോ ഈ 1ന് തൊട്ട് താഴെയുള്ള എലമെൻറ്റ്സ് എല്ലാം 0 കിട്ടി. ഇനി തേർഡ് റോ നോക്കൂ. തേർഡ് റോയിൽ കംപ്ലീറ്റ് 0 എലമെൻറ്റ്, അതുപോലെ ഫോർത്ത് റോയിലും കംപ്ലീറ്റ് 0 എലമെൻറ്റ്, നോൺ 0 എൻട്രീസ് ഇല്ല. സോ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റോ ഇക്ലോൺ ഫോം എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ എത്ര നോൺ 0 റോസ് ഉണ്ട്? 2 നോൺ 0 റോസേ ഉള്ളൂ. സോ നമുക്ക് തന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? അപ്പോൾ ദെർഫോർ റാങ്ക് ഓഫ് A is equal to 2. ഇതെന്താണ്? Which is less than the number of its row vectors. കാരണം ഇവിടെ നമുക്ക് 4 റോ വെക്റ്റേഴ്സാണ് തന്നത്. അപ്പോൾ ആ റോ വെക്റ്റേഴ്സിൻ്റെ നമ്പറിനേക്കാൾ ലെസ് ദാൻ ആണ് നമ്മുടെ ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത്, റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ റോ വെക്റ്റേഴ്സ് എന്താണ്? U1, U2, U3, U4 എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു എങ്കിൽ ഇവിടെ ഈ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താവും? ദ നമ്പർ ഓഫ് ഇറ്റ്സ് റോസ് ആകും. അതായത് റോ വെക്റ്റേഴ്സിൻ്റെ എണ്ണവും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയിരിക്കും. ഇവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ആയിട്ടാണ് വന്നത്. സോ നമ്മുടെ U1, U2, U3, U4 എന്ന് പറയുന്ന വെക്റ്റേഴ്സ് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. Therefore U1, U2, U3 and U4 are linearly dependent. അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടിയേ നമുക്ക് വെക്റ്റേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോ വെക്റ്റേഴ്സ് ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡ്യൂസ് ദി ഫോളോയിങ് മെട്രിക്സ് ടു എ റോ ഇക്ലോൺ ഫോം ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് റാങ്ക്. അപ്പോൾ ഈ ഒരു മെട്രിക്സിനെ നമ്മൾ റോ ഇക്ലോൺ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഇതിൻ്റെ റാങ്ക് കാണണം. ഇതെന്താണ്? 4/4 മെട്രിക്സ് ആണ്. സോ ഇതിനെ നിങ്ങൾ ഫസ്റ്റ് തന്നെ റോ ഇക്ലോൺ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ആ റോ ഇക്ലോൺ ഫോമിൽ എത്ര നോൺ 0 റോസ് വരുന്നുണ്ടോ ആ നമ്പർ ആയിരിക്കും നമ്മുടെ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ റോ ഇക്ലോൺ ഫോമിൽ കണ്ടെത്താം എന്നാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.